എന്നെ ശരിക്കും അവൻ അറിയില്ല. നീ പറഞ്ഞോണ്ടാ ഇപ്പൊ ഞാൻ അവനെ വിട്ടത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. പോട്ടെ രാജു, അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. എന്താടി നീ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവൻ പറഞ്ഞത് കറക്റ്റ് ആണോ? രാജു അതല്ല ഉദ്ദേശിച്ചേ. Then what do you mean? അയാൾ പറഞ്ഞ പോലെ നമ്മൾ നടക്കണോ? ഓക്കെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കാം. എന്താ രാജു? കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ ഒരുപാട് സന്തോഷത്തിലാ. ഈ സന്തോഷം എനിക്ക് എന്നും ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. എന്താ മൈഥിൽ ഇത്ര ഇമോഷനായി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇനി മുതൽ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ഓ ബൈ ദ വേ, ഒരു കാര്യം കൂടി, ഹോട്ടലിലെ ഡെലിഗേറ്റിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. സോ ഓൺ ദ വേ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുമ്പിൽ നിർത്തണം. ഓക്കെ? യെസ് മാഡം. പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? ഇനി എന്നെ ശല്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ലീവ് മീ അലോൺ ജെയിംസ്. ഐ ഹേറ്റ് യു. ഐ ഡോണ്ട് ലൈക്ക് യു. പ്ലീസ് ലീവ് മീ അലോൺ. Yeah, I know. It's a wonderful opportunity. He will definitely know. Yeah, he will make arrangements. Don't worry. പ്രിയ ഈ ഹോട്ടലിലാണോ താമസിക്കുന്നത്? ഏയ്, വെയിറ്റ് ചെയ്യ, അവിടെ വാ. മൊബൈലിൽ സിഗ്നൽ പറഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടി. ഇറ്റ്സ് ഓക്കെ, കം. രാജു, ഒരാഴ്ച നിന്റെ അടുക്കളയിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൽ എനിക്ക് എങ്ങോട്ടാ? ഒരു പാവം പെൺകുട്ടി, അവളെ രക്ഷിക്കാന്ന് വിചാരിച്ചു. പെൺകുട്ടിയെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യല്ലേ, ആ പിറകിലുള്ള റൗഡികളെ കണ്ടിട്ട് ഡിസൈഡ് ചെയ്യും. എടാ നീ ചെന്ന് അവളെ രക്ഷിക്കടാ. ആരടി പൊക്കമുണ്ടായിട്ട് കാര്യമില്ലടാ. പെൺകുട്ടികളെ സഹായിക്കാനുള്ള മനസ്സ് വേണോടാ, മനസ്സ്. ആണോ?
ഏയ് ആ ഇരുമ്പ് വടി എടുത്തോണ്ട് ഇവനെ അടിക്ക്. പെട്ടെന്ന് എടുത്തോണ്ട് വാ. എന്തിനാ നോക്കിയിരിക്കുന്നെ? നിനക്ക് ശരിക്കും ബോധമുണ്ടോ? നിന്നോട് വടിയെടുത്ത് അടിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഒരുമാതിരി വടി പോലെ നിന്നത്? ഞാൻ എന്തിനാ ചെയ്യുന്നത്? എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞ് നിങ്ങളല്ലേ ബിൽഡപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങൾ വേണം ചെയ്യാനായിട്ട്. അത് ശരി. നീ പാതിരാത്രി ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നത്? പാർട്ടിക്ക് പോയോ സിനിമയ്ക്ക് പോയോ? അവർക്ക് നിനക്കും തമ്മിൽ എന്താണ് ബന്ധം? അവരെന്തിനാ നിന്റെ പിറകെ വന്നത്? ശരിക്കും നീ എന്താ ചെയ്തത്? കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് കരുതി ക്വസ്റ്റ്യൻ ചെയ്യണോ? ആ ശരിയാടാ, നീ കുറച്ച് നീ മിണ്ടരുത്. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്തിയാടിയത്. എവളെ രക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്താ പറഞ്ഞത്? 6 അടി പൊക്കമല്ല, അരഞ്ച് മനസ്സാണ് പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടതെന്ന്. ഇവൾക്ക് അരഞ്ച് മനസ്സ് പോലും ഇല്ല താങ്ക്സ് പറയാൻ. ലിഫ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അതും ഇത് എല്ലാം കൂടി ചേർത്ത് നിനക്ക് ഒരു താങ്ക്സ് തന്നേക്കാം. അവള് പിന്നെ പറഞ്ഞോളും. ആ താങ്ക്സ് നീ മേടിച്ചിട്ട് ലിഫ്റ്റും കൂടി നീ മേടിച്ചോ? ഹലോ ഹലോ മിസ്റ്റർ, അണ്ണനൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ സൈക്കിൾ ഡ്രോപ്പ് ചെയ്തോട്ടെ. നീ കൊണ്ട് ട്രോപ്പി എന്നിട്ട് നിന്റെ തട്ടുകടയിരിക്കണം ദോശ ഓംലെറ്റും ഒക്കെ നാട്ടുകാർക്ക് ഞാൻ വിളമ്പി കൊടുക്കും അല്ലേ? വാ മോളെ, നിനക്ക് മോഡലിംഗ് ഇഷ്ടാണോ? അതൊന്നും കുഴപ്പമില്ല. ഗോവ വരുന്നുണ്ടോ?